അക്രമത്തിനും ലഹരിക്കുമെതിരായ ജനകീയ പ്രതിരോധത്തിന് ഇന്ന് തുടക്കമാവുകയാണ് SKN40. മാധ്യമ മേഖലയിൽ 40 വർഷം പിന്നിടുന്ന 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ജനകീയ യാത്ര SKN40 ഇന്ന് അനന്തപുരിയിൽ തുടക്കം. കവടിയാറിൽ നിന്ന് വൻപിച്ച റാലിയോടെയാകും യാത്ര തുടങ്ങുക. വൈകിട്ട് 6 മണിക്ക് ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമടക്കം നിരവധി പേർ പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞ് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന അഭിമുഖം. ടാഗോർ തിയേറ്ററിൽ നിന്ന് വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ. ഉമേഷ്, അങ്ങനെ ജനകീയ യാത്ര അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. 6 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. അതിന് മുൻപായി തന്നെ റാലി നടക്കും. എല്ലാം സജ്ജമല്ലേ? എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമല്ലേ? തീർച്ചയായും അനുജ, എല്ലാം ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. തിരുവനന്തപുരം പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞു. എന്തായാലും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയുമായുള്ള ഇൻ്റർവ്യൂ അത് പ്രേക്ഷകർക്ക് നേരിട്ട് കാണാനാകും. SKN നേരിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂ. എന്തായാലും അതിനുശേഷമാണ് ഈ പ്രചാരണ റാലി. അത് നമ്മൾ കവടിയാറിൽ നിന്ന് ടാഗോർ തിയേറ്ററിലേക്കാണ്. ആ പ്രചാരണ റാലിയിൽ വിവിധ മേഖലയിൽ നിന്നുള്ളവർ ലഹരിക്കെതിരെ അണിനിരക്കും. അതിനുശേഷം അവർ ഈ ടാഗോർ ഹാളിലേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടൻ 6 മണിയോടുകൂടി പരിപാടികൾ ആരംഭിക്കും. അത് കാരണം ഈ പരിപാടിയുടെ തന്നെ ഏറ്റവും പ്രധാന ലക്ഷ്യം അക്രമങ്ങൾക്കും ലഹരിക്കുമെതിരെയുള്ള ഒരു പോരാട്ടമാണ്. SKN40 40 വർഷം പ്രക്ഷേപണ രംഗത്ത് പൂർത്തിയാക്കുന്ന അദ്ദേഹം SKN ആ ഒരു ചരിത്ര ദൗത്യം സ്വയം ഏറ്റെടുത്ത് കേരളത്തിലെ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു, ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതിനൊരു തുടക്കം കുറിക്കുകയാണ്. എന്തായാലും 6 മണിയോടുകൂടി ഈ തുടക്കം കുറിക്കുന്നത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കും. എന്തായാലും 6 മണിക്ക് നമ്മുടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന അതിഥികൾ അമ്മമാരാണ്. കേരളം കേരളം ഒരുപക്ഷെ പല തവണ വാർത്തകളിലൂടെ കടന്നുപോയ ദുരിതം അനുഭവിക്കേണ്ടി വന്ന ഇരകളാക്കപ്പെട്ട അമ്മമാരുടെ ഒരു വലിയ സംഗമ വേദിയായി ടാഗോർ തിയേറ്റർ മാറാൻ പോവുകയാണ്. അവർ പലപ്പോഴും ഈ ലഹരിക്ക് അടിമയാകുന്ന ഒരു കുട്ടിയോ അല്ലെങ്കിൽ ലഹരി മാഫിയയുടെ ആക്രമണം നേരിട്ട ഒരു കുട്ടിയുടെ അമ്മയോ എല്ലാം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന അമ്മമാരാണ്. ആ അമ്മമാർക്ക് പറയാനുള്ളത് ഓരോന്നും ഈ വേദിയിൽ കേൾക്കും, SKN കേൾക്കും. അവിടെ നിന്ന് അവരുടെ ഒരു ആശീർവാദത്തോടു കൂടി അവർക്ക് വേണ്ടി കൂടിയാണ് SKN നേരെ ഈ ഒരു ചരിത്ര ദൗത്യം ഏറ്റെടുത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ടാഗോർ തിയേറ്ററിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി. ഇവിടെ നടക്കുന്ന പരിപാടിയിൽ ഒരു കൃത്യം സാങ്കേതിക മികവോടുകൂടി പ്രേക്ഷകരിലെത്തിക്കാനുള്ള എല്ലാ സാങ്കേതിക ക്രമീകരണങ്ങളും പൂർത്തിയാക്കി ഒരുക്കി കഴിഞ്ഞു. അതിനുശേഷം അതായത് 2 മണിക്കൂറോളം ഉദ്ഘാടന പരിപാടികൾ നീണ്ടു നിൽക്കും. കാരണം ഈ അമ്മമാർക്ക് പറയാനുള്ളത് കേൾക്കണം. ഒപ്പം സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ ഈ ഉദ്ഘാടന ചടങ്ങിൽ എത്തുന്നുണ്ട്. അവർക്ക് പറയാനുള്ളത് ചെറിയ വാക്കുകളിൽ കേൾക്കണം. അതിൽ നിന്നെല്ലാം ഊർജ്ജം ഉൾക്കൊണ്ടാണ് കേരള യാത്രയ്ക്ക് SKN ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇവിടെ എങ്ങനെയാണോ ഈ പരിപാടി നടക്കുന്നത് അതുപോലെ പ്രേക്ഷകർക്ക് വീട്ടിൽ നിന്ന് അതേ രീതിയിൽ നമുക്ക് ഈ പരിപാടി കാണാനാകും. ഒപ്പം അതിനുശേഷം 8 മണിയോടുകൂടി കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ളവർ നമ്മോടൊപ്പം ചേരുകയാണ്. 8 മണിക്ക് നമ്മൾ ലഹരിക്കെതിരെയുള്ള ആ പ്രതിജ്ഞ ചൊല്ലാൻ പോവുകയാണ്. ഒന്നിച്ച് കേരളക്കര ഒന്നാകെ ആ പ്രതിജ്ഞ ചൊല്ലും. അതിന് SKN ആ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. എന്തായാലും അതിനുശേഷം കലാപരിപാടികളുണ്ട്. സിത്താരയുടെ ബാൻഡും അണിനിരക്കുന്ന കലാപരിപാടികൾ. നാളെയാണ് യാത്രയുടെ ഔദ്യോഗികമായി തുടക്കമാകുന്നത്. നാളെയും മറ്റന്നാളും തിരുവനന്തപുരം ജില്ലയിലാണ്. അതിനുശേഷം കൊല്ലം ജില്ലയിലും. അങ്ങനെ 30 ദിവസം ഈ യാത്ര നീണ്ടു നിൽക്കും. എന്തായാലും ലൈറ്റും ശബ്ദവും എല്ലാ ക്രമീകരണങ്ങളും സാങ്കേതികമായി ഒരുക്കേണ്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി ഇനി 1/2 മണിക്കൂറിനകം SKN മുഖ്യമന്ത്രിയുമായുള്ള നിർണായകമായ ഇൻ്റർവ്യൂ അത് ഉടൻ ഉണ്ടാകും. അനുജ, ശരി. ലഹരിക്കും അക്രമത്തിനുമെതിരായ 24ന്റെ ജനകീയ ക്യാമ്പയിൻ, ജനകീയ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. SKN ആണ് യാത്ര നയിക്കുന്നത്. 6 മണിക്ക് ടാഗോർ തിയേറ്ററിലാണ് ഉദ്ഘാടനം. അതിനു മുൻപ് റാലി ഉണ്ടാകും. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുമായി ആർ ശ്രീകണ്ഠൻ നായർ സംസാരിക്കും.